നമസ്കാരം, ഞാൻ റീന മാർട്ടിൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. പലർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും. പെയിൻറ്റിങ്സിനായിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഉണ്ട്, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ കഴിവുകളൊക്കെ ഒരു ഹോബികളാക്കി മാറ്റാം. അപ്പം നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഈ ഹോബികളൊക്കെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചെയ്താലോ? അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞാൻ ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു സിറാമിക്കിൻ്റെ ഒരു പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ക്ലേ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്, ലീവ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിന് എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തേക്കണത്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ക്ലേ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്ക് നാട്ടിൽ ശില്പകാർ കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ല ക്ലേ അതാണ് കേട്ടോ. ശില്പകാർ വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ ശില്പകാർ വെച്ച് ചെയ്തേക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. ഞാനപ്പോൾ ഇതിവിടെ നിന്ന് വാങ്ങിച്ചൊരു ക്ലേ ആണ്. വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് ഒത്തിരി സമയമെടുക്കും നമുക്ക് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനിത് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് അതിനെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്ത് എന്നിട്ട് നമ്മളതിനെ പതുക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് ചെറുതായിട്ട് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി പരത്തിയെടുത്തിട്ട് നമ്മൾക്ക് അടുത്ത പെറ്റിലേക്കാം. ഇപ്പോൾ ആദ്യത്തെ പെറ്റിലാണ്. ഇതിന് പതുക്കെ നമ്മളിങ്ങനെ അതുമേ തന്നെ പതുക്കെ വെച്ചിട്ട് കൈ കൊണ്ട് താഴെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഗ്ലൂ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. വീണ്ടും അതുപോലെ തന്നെ അതേ വലുപ്പത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ വെച്ച് കൊടുത്ത് അതുപോലെ തന്നെ താഴെ നന്നായിട്ട് പ്രസ് ചെയ്ത് മോൾ ഭാഗം പതുക്കെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് അതിനങ്ങനെ വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് കുറച്ചും കൂടെ പെറ്റൽസ് നമുക്ക് വലിപ്പം കൂട്ടിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു ബോൾ എടുത്തിട്ട് അതിനെ വീണ്ടും സൈഡിലായിട്ട് വെച്ച് പതുക്കെ മടക്കി താഴെ പ്രസ്. സെയിം പ്രോസസ്സ് തന്നെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഫ്ലവർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതും. അപ്പോൾ അതങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ കിട്ടും അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാനിതിലേക്ക് ഒരു 7 പെറ്റൽ വയ്ക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 5 പെറ്റൽ വേണമെങ്കിൽ അങ്ങനെ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 7 അത് ഫ്ലവറിൻ്റെ വലിപ്പം നമുക്കിഷ്ടമുള്ള അനുസരിച്ച് 5 അല്ലെങ്കിൽ 7 പെറ്റൽ അങ്ങനെ വയ്ക്കാം. പിന്നെ അതിലും അങ്ങനെ വലുതായിട്ട് എടുക്കുന്നില്ല, കാരണം നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് അടിഭാഗത്ത് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് അവിടെ തിന്നാക്കി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട്, കാരണം നമ്മൾക്ക് ഇതിന് സ്റ്റെം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങോട്ട് ഒരു കട്ട് ചെയ്ത് കളയാം. ഒരു ക്രാഫ്റ്റ് ബ്ലേഡോ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ബ്ലേഡോ കത്തി എന്തെങ്കിലും എടുത്തിട്ട് നമുക്കതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. കാരണം നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായതുകൊണ്ട് അവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല, സ്റ്റെമ്മിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നൈഫ് എടുത്ത് പതുക്കെ പെറ്റൽസിനെ ഒന്ന് പൊക്കി കൊടുക്കാം. എന്നുവെച്ചാൽ അത് വല്ലാണ്ട് അങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അതിനോട് കുറച്ചിങ്ങനെ അങ്ങോട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ചെറിയ ബോൾസ് എടുത്തിട്ട് ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലീഫാണ്. അപ്പോൾ അതെടുത്ത് ഞാനതിൽ ഇംപ്രഷൻ വരുത്താൻ വേണ്ടിയിട്ട് പതുക്കെ അതിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് ഇംപ്രഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എളുപ്പത്തിൽ ചെയ്തെന്നുള്ളൂ, കുറച്ചധികം ലീവ്സ് വേണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് പതുക്കെ അറ്റമൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലീവ്സും ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതിനെ പെയിൻറ്റ് ചെയ്യാം. എനിക്കിതിപ്പോൾ രാധ അയച്ചു തന്നിട്ടുള്ളൊരു ഡെക്കറേഷൻ വർക്കാണ്. ഇപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത വർക്കുകളുണ്ടെങ്കിൽ അയച്ചു തരികയാണെങ്കിൽ ഞാനിതുപോലെ വീഡിയോയിലിടാം. നമുക്ക് റെഡ് കളർ പെയിൻ്റ് എടുത്ത് ഞാനിതിപ്പോൾ ഒരു സിംഗിൾ കളറേ കൊടുക്കുന്നുള്ളൂ, ഷെയ്ഡൊന്നും കൊടുക്കുന്നില്ല. ഒറ്റ കളറിൽ അടിച്ചെടുക്കുകയാണ് മുഴുവനും.
ഇപ്പോൾ ലീഫിന് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതും സിംഗിൾ കളർ തന്നെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വൺ സൈഡ് ഒന്ന് ഗ്രീൻ കളർ അടിച്ചിട്ട് ഞാൻ കുറച്ച് ബാക്കിലും ഗ്രീൻ തന്നെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് ലൈറ്റായിട്ട് അങ്ങ് കൊടുത്തു. വേറെ കളറൊന്നും കൊടുത്തില്ല. ഇത് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്കതിന് സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതിലൊരു വർക്ക് ഉണ്ടായിരുന്നു, ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കൊടുക്കാം. ഞാനൊരു ഹാർട്ടിൻ്റെ ഷേപ്പിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് ഔട്ട്ലൈൻ ആദ്യം ഒന്ന് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ ഫിൽ ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഹോം ഗ്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫെവിക്കോളൊക്കെ ഇട്ടിട്ട് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിരിക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് തൊട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫെവി ബോണ്ടോ ഫെവിക്കോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്കൊരു എനിക്കവിടെ 3 ഫ്ലവർ കയറുന്നത് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ 1 2 അപ്പുറപ്പുറമായിട്ട് വെച്ചിട്ട് നമുക്ക് 3 ഇപ്പോൾ ഫില്ലായി. ഇത് നമുക്ക് ലീവ്സ് ബോർഡറിൽ ലീവ്സും വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പോട്ടാണ്. അതിനകത്ത് കുറച്ച് വേണമെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിച്ച് വെച്ചിട്ടോ അങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. ഇപ്പോൾ ലീവ്സൊക്കെ നമുക്ക് ഇത്രയും മതിയാവും. വല്ലാണ്ട് കൂടുതലൊന്നും വേണ്ട. ഇത്രയൊക്കെ ധാരാളം മതി. ഗ്യാപ്പിലും കൂടെ ഓരോന്നൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കണം. 2 3 കോട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.